നമസ്കാരം. ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയുടെ വക ബി.ജെ.പിക്ക് കനത്ത പ്രഹരമാണ് ഇക്കഴിഞ്ഞ ദിവസം ലഭിച്ചത്. തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് എതിർനിൽക്കുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള പ്രത്യേകിച്ചും ഇസ്ലാം മതവിശ്വാസികളുടെ വീടുകൾ, കടകൾ എന്നിവ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തുന്നത് ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പതിവായിരുന്നു. ഈ ബുൾഡോസർ നീതി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കി ബുൾഡോസർ നീതി നടപ്പാക്കുന്നത് സുപ്രീം കോടതി ഒക്ടോബർ 1 വരെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ വ്യക്തികളുടെ വീടുകളും കെട്ടിടങ്ങളും അധികൃതർ പൊളിക്കരുതെന്ന് ജസ്റ്റിസ് ബി.ആർ. ഗവായ്, ജസ്റ്റിസ് കെ.വി. വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. പൊതു തെരുവുകൾ, നടപ്പാതകൾ, റെയിൽവേ പാതകൾ, ജലാശയങ്ങൾ എന്നിവയിലെ കയ്യേറ്റങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമല്ലെന്നും ബെഞ്ച് കൂട്ടിച്ചേർത്തു. ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുറ്റാരോപിതരുടെ കെട്ടിടങ്ങളും വീടുകളും ബുൾഡോസർ ഉപയോഗിച്ച് വ്യാപകമായി പൊളിച്ചു നീക്കൽ തുടരുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഒരു ഭാഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയിൽ നിന്നും നേതാക്കൾ രാജിവെച്ച് പുറത്തുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറ്റൊരു പ്രഹരം സുപ്രീം കോടതിയും നൽകുന്നത്. ബി.ജെ.പിയുടെ ഇസ്ലാം വിരുദ്ധ നടപടികൾക്കേറ്റ കടുത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി. കേസ് ഒക്ടോബർ 1 വീണ്ടും പരിഗണിക്കും. നിയമപരമായി അധികാരമുള്ളവരുടെ കൈകൾ ഇത്തരത്തിൽ കെട്ടിയിടരുതെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇടക്കാല ഉത്തരവിനെ എതിർത്ത് വാദിച്ചു. ഇടിച്ചു നിരത്തൽ 2 ആഴ്ച നിർത്തിവെച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് തുഷാർ മേത്തയ്ക്ക് ജസ്റ്റിസ് ഗവായ് മറുപടി നൽകി. ഭരണഘടനയുടെ 142 അനുച്ഛേദ പ്രകാരമുള്ള പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കുന്നതിനുള്ള അധികാര ദുർവിനിയോഗം തടയാൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നുവെന്നും ജസ്റ്റിസ് ഗവായ് വ്യക്തമാക്കി. 2022 ഡൽഹിയിലെ ജഹാംഗീർപുരിയിലെ കലാപത്തിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ വീടുകൾ ഇടിച്ചു നിരത്തിയത് ചോദ്യം ചെയ്ത ജമാഅത്തുൽ ഉലമായ ഹിന്ദ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി നടപടി. ഇത്തരം പൊളിക്കലുകൾ നിയമവിരുദ്ധമാണെന്നും ഒരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടാണെന്നുമുള്ള തെറ്റായ ആഖ്യാനമാണ് കോടതിയെ സ്വാധീനിക്കുന്നതെന്ന് മേത്ത വാദിച്ചു. ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് നീട്ടിവെക്കണമെന്നും സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഹർജി വീണ്ടും പരിഗണിക്കുന്നതുവരെ സ്റ്റേ ചെയ്യുകയാണെന്നും നിയമവിരുദ്ധമായി പൊളിക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ പോലും അത് ഭരണഘടനയുടെ ധാർമ്മികതയ്ക്ക് എതിരാണെന്നും ജസ്റ്റിസ് വിശ്വനാഥൻ പറഞ്ഞു. യു.പിയിലും മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമായി നൂറുകണക്കിന് വീടുകളും കെട്ടിടങ്ങളുമാണ് ബി.ജെ.പി ഇടിച്ച് നിലംപരിശാക്കിയത്. അതിനുള്ള കാരണം അവർ ഒരു പ്രത്യേക മതവിശ്വാസികളാണ് എന്നത് മാത്രമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ അമർച്ച ചെയ്യാൻ മോദി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ തച്ചുടക്കുകയാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് എന്നത് വ്യക്തമാണ്.